യൂറോപ്പില് ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സമ്പന്നമാണ്. പക്ഷേ ഈ രാജ്യങ്ങൾക്ക് ആർമിയോ കാര്യങ്ങളോ ഒന്നുമില്ല. യൂറോപ്പിലെ വലിയ രാജ്യങ്ങൾ, വിശേഷിച്ച് ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ ഇങ്ങനെയൊക്കെയുള്ള വലിയ രാജ്യങ്ങൾ ഈ ചെറിയ രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് പതിവ്. ഒട്ടുമിക്ക രാജ്യങ്ങളുമൊക്കെ ഈ നാറ്റോ മെമ്പറൊക്കെ ആയിരിക്കും. ഇപ്പോൾ ലക്സംബർഗ് ഒക്കെ പോലെയുള്ള രാജ്യങ്ങൾ യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ്. പക്ഷെ സ്വന്തമായിട്ട് വലിയ സൈന്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. യൂറോപ്പിലെ മറ്റുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുപോലെയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു പ്രൊട്ടക്ടറെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ എന്ന് ഞാൻ പറയുന്നില്ല, അതിലുപരിയായിട്ട് അവർക്ക് എപ്പോഴും ഒരു ഒരു സംരക്ഷകനെ ആവശ്യമാണ്. ആ സംരക്ഷകന്റെ തണലിലാണ് ഗൾഫ് രാജ്യങ്ങൾ സമ്പന്നമായിട്ട് വളരുന്നത്. ഇത്രയും കാലം ഗൾഫ് രാജ്യങ്ങളുടെ ആ ഒരു സംരക്ഷകന്റെ റോള് അമേരിക്കയ്ക്കായിരുന്നു. പക്ഷെ അമേരിക്കയുടെ മാത്രം തണലിൽ, അമേരിക്കയുടെ മാത്രം സംരക്ഷണം കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇറാൻ യുദ്ധത്തിൽ ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹകരിക്കാൻ പറ്റുന്ന കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ബന്ധം വിപുലപ്പെടുത്തുവാൻ ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അമേരിക്ക അവർക്ക് പിണക്കാനും പറ്റില്ല. അമേരിക്ക എതിർത്തുകൊണ്ട് പിണക്കിക്കൊണ്ട് റഷ്യയുമായിട്ടോ ചൈനയുമായിട്ടോ സഹകരിച്ച് നിൽക്കാനുള്ള ഒരു ഒരു കരുത്ത് ഗൾഫ് രാജ്യങ്ങൾക്കില്ല. അവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട ഒരു പുതിയ ഒരു പ്ലെയർ, ഒരു ഗ്ലോബൽ പ്ലെയറിന്റെ റോൾ എന്ന് പറയുന്നത്. ശരിക്കും ഇന്ത്യയുമായിട്ട് കൂടുതൽ ശക്തമായ ബന്ധമുണ്ടാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. ഇന്ത്യൻ ആയുധങ്ങൾ, അതായത് ഇത്രയും കാലം അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു, അതിനു പുറമെ ഇനി ഇന്ത്യൻ ആയുധങ്ങൾ കൂടി തങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയൂ എന്ന് ഗൾഫ് രാജ്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ ഇന്ത്യൻ ആയുധങ്ങൾ ഗൾഫ് രാജ്യം വാങ്ങാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഒരു പുതിയ വാർത്തയൊന്നുമല്ല, അല്ലേ? നമ്മൾ ഇതിനു മുന്നേയും ഒരുപാട് ഇത്തരം വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നേരത്തെ അത് വാർത്തകളിൽ ഒതുങ്ങിയെങ്കിൽ ഇനി അത് പ്രാക്ടിക്കലായിട്ട് സംഭവിക്കാൻ പോവാണ്. അതായത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിച്ചു കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളുടെ ഒരു സൂചനയായിട്ട് ഇപ്പോൾ അടുത്തിടെ നടന്ന കുറച്ച് സംഭവങ്ങൾ നമുക്ക് എടുക്കാം. ഉദാഹരണത്തിന് വേൾഡ് ഡിഫൻസ് ഷോ 2026 റിയാദിലാണ് നടന്നത്. സൗദി അറേബ്യയിൽ നടന്ന ഈ വൻകിട പ്രതിരോധ പ്രദർശനത്തിൽ ഇന്ത്യയുടെ സ്റ്റാള് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഇന്ത്യൻ കമ്പനികൾ സൗദി പ്രതിരോധ മന്ത്രാലയവുമായിട്ട് ചേർന്ന് സംയുക്ത ആയുധ നിർമ്മാണത്തിനും സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കുന്ന അടക്കമുള്ള ചർച്ചകൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ത്യ UAE തന്ത്രപരമായ പങ്കാളിത്തം. UAE ഭരണാധികാരി പെട്ടെന്നൊരു ദിവസം ഓടി ഇന്ത്യയിലേക്ക് വരികയും തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നതെല്ലാം ഇന്ത്യയുമായിട്ടുള്ള UAEയുടെ സൗഹൃദ ബന്ധത്തിന്റെ വളരെ ആഴത്തിലുള്ള ഉദാഹരണങ്ങളാണ്. UAE ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ ആലോചിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ മുൻനിരയിലുള്ള ഒരു രാജ്യമാണ്. പല വിഭാഗത്തിലുള്ള ആയുധങ്ങൾ, ലഘു ആയുധങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ എന്നിവ അടക്കമുള്ളവ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിനായിട്ട് ഇന്ത്യയുമായിട്ട് ചില ധാരണാപത്രങ്ങളിലൊക്കെ UAE ഒപ്പിട്ട് കഴിഞ്ഞുവെന്നും വാർത്തകളുണ്ട്. ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടുള്ള ആകാശ് മിസൈൽ സിസ്റ്റം വാങ്ങാനായിട്ട് സൗദി അറേബ്യയ്ക്കും ഖത്തറിനും UAEക്കും താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ അനുവദിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുവാനും ഈ രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ ആയുധങ്ങളുടെ പ്രത്യേകത കുറഞ്ഞ ചിലവില് മികച്ച ഫലം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയുടെ പിനാക റോക്കറ്റ് സിസ്റ്റം പോലെയുള്ള ആയുധങ്ങൾ വാങ്ങാനും ഗൾഫ് രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട്. തങ്ങളുടെ രാജ്യങ്ങളെ എല്ലാത്തരം ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ ഇന്ത്യയുടെ ഈ ആയുധങ്ങൾക്ക് കഴിയുമെന്നാണ് നിലവിൽ അറബ് രാജ്യങ്ങൾ വിശ്വസിക്കുന്നത്. ആയുധ കയറ്റുമതിയിൽ ഇപ്പോൾ ഇന്ത്യ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിലേക്ക് ഉയർന്നു വരികയാണ്. ആ സമയത്താണ് പുതിയ പുതിയ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള കരാറുകൾക്കായിട്ട് തിടുക്കം കാണിക്കുന്നത്. ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യയുമായിട്ട് പ്രതിരോധ കരാറുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. പടിഞ്ഞാറൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് സങ്കീർണമായ രാഷ്ട്രീയ നിബന്ധനകളില്ലാതെ ഇന്ത്യ ആയുധങ്ങൾ കൈമാറുമെന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് അനുകൂല ഘടകമാണ്. മാത്രമല്ല, ഏതൊരു സാഹചര്യത്തിലും വിശ്വസിക്കാൻ കഴിയുന്ന സുഹൃത്താണ് ഇന്ത്യ എന്നും ഗൾഫ് രാജ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു ഓൾ വെതർ പാർട്ട്ണറായിട്ട് അവർ ഇന്ത്യയെ കാണുകയാണ്. അതുമാത്രമല്ല, ആധുനിക സാങ്കേതിക വിദ്യയിലുള്ള ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾ വലിയ വിലയ്ക്ക് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അതിനേക്കാൾ ക്വാളിറ്റിയുള്ള ആയുധങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകാൻ കഴിയുന്ന രാജ്യം ഇന്ന് ഇന്ത്യയാണ്. ഇന്ത്യ ഇപ്പോൾ വെറുമൊരു ആയുധ ഇറക്കുമതി രാജ്യമല്ല, മറിച്ച് ആയുധ കയറ്റുമതിയിൽ ഒരു പുതിയ ഹബ്ബായിട്ട് മാറുന്ന ശക്തിയാണ്. ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ഈ സഹകരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഒപ്പം പശ്ചിമേഷ്യയിലെ
തന്ത്രപരമായ സ്വാധീനത്തിനും വളരെയധികം ഗുണം ചെയ്യും. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ ചൈനയുമായിട്ടുള്ള ഡിഫൻസ് ഡീലിന് വലിയ താല്പര്യം കാണിക്കുന്നില്ല. അതിന്റെ പ്രധാന കാരണം മുൻപ് പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ചൈനീസ് ആയുധങ്ങൾ വേണ്ടത്ര യുദ്ധങ്ങളിൽ മികവ് തെളിയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മ. ചൈനയുടെ ആയുധങ്ങൾക്ക് വേണ്ടത്ര ക്വാളിറ്റി ഇല്ല എന്നൊരു വിലയിരുത്തൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. റഷ്യൻ ആയുധങ്ങൾ പലതും മികച്ചവയാണ്. ഈ ലോകത്ത് ഹൈ ക്വാളിറ്റി ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. പ്രത്യേകിച്ച് എയർ ഡിഫൻസ് സിസ്റ്റംസ്, മിസൈലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ റഷ്യ ഒരു കിങ് തന്നെയാണ്. അങ്ങനത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷെ റഷ്യൻ ആയുധങ്ങൾ വാങ്ങാനായിട്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു ഭയമുണ്ട്. അമേരിക്കയുടെ ഉപരോധങ്ങൾ ഉണ്ടാവും, അമേരിക്കയുമായിട്ട് പിണങ്ങേണ്ടി വരും. ഇനി അമേരിക്കൻ ആയുധങ്ങളാണ് നിലവിൽ ഇവർ ഉപയോഗിക്കുന്നത്. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ എത്രമാത്രം പുവറാണ് എന്ന് ലോകം കാണുകയാണ് ഇപ്പോൾ. അതായത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ റഷ്യ തന്നെയാണ് കിങ്, അമേരിക്ക അതിന് പുറകിലേ നിൽക്കൂ. ഇപ്പോൾ എഞ്ചിൻ ടെക്നോളജിയുടെ കാര്യത്തിലും യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലുമൊക്കെ അമേരിക്ക മുന്നിലാണെന്ന് പറയാം. അതേസമയത്ത് മിസൈൽ ടെക്നോളജിയിൽ റഷ്യ മുന്നിലാണ്. ഇങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ പ്രതിരോധ രംഗത്തെ വളരെ കരുത്തരായ രാജ്യങ്ങളാണ്. അവിടേക്ക് ചൈനയെ വെട്ടിക്കൊണ്ടാണ് ഇന്ത്യ മൂന്നാമതായിട്ട് എത്തുന്നത് എന്നതാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം. നിലവിലെ ആയുധ കയറ്റുമതിയുടെ കാര്യം എടുത്താൽ ഇന്ത്യയെക്കാൾ കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ക്വാളിറ്റി ആയുധങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്നിപ്പോൾ അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു പ്രധാന ശക്തിയാണ് എന്നത് നിസ്സംശയം പറയാൻ കഴിയും. അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. അപ്പൊ ഇന്ത്യ ഒരിക്കലും പിണക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഇപ്പൊ റഷ്യയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അമേരിക്ക വേണമെങ്കിൽ പിണങ്ങാം ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ. എന്നാൽ ഇന്ത്യയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങൾ വാങ്ങുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് എതിർക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. കാരണം അമേരിക്കയുമായിട്ടും നല്ല സൗഹൃദമുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മൾ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്, അമേരിക്കയ്ക്ക് നമ്മൾ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുമുണ്ട്, ആയുധങ്ങളുടെ പാർട്സ് അടക്കം നിർമ്മിച്ച് സപ്ലൈ ചെയ്യുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരിക്കലും ഇന്ത്യ ഗൾഫ് ബിസിനസ്സിനെ ഒരിക്കലും തടയാനായിട്ട് ശ്രമിക്കുകയില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ ഒരു അവസരം പരമാവധി ഗൾഫ് രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതിന് പുറമെ ബ്രസീൽ അടക്കമുള്ള സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് കൂടുതൽ ഡിഫൻസ് കരാറുകൾക്ക് മുതിരുകയാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ വിയറ്റ്നാം, മലേഷ്യ, അങ്ങനെ ആയുധ കച്ചവടത്തിൽ നമ്മുടെ രാജ്യം ഓരോ ദിവസം കഴിയുന്തോറും അതിവേഗത്തിൽ മുന്നേറുകയാണ്. ഇവിടെ എന്തായാലും ഇന്ത്യയുടെ പ്രാധാന്യം ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ഇതുവരെയുള്ള സംഭവങ്ങളിൽ നിന്ന് ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് പറഞ്ഞത്, രണ്ട് ആണവ ശക്തികൾ, കോടിക്കണക്കിന് മനുഷ്യർ മരിക്കുമായിരുന്നു, ഞാനാണ് രക്ഷിച്ചത് എന്നൊക്കെ പ്രസിഡന്റ് ട്രംപ് വെച്ച് കാച്ചിയതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ്. സോ പാകിസ്ഥാനെ നമ്മൾ കൊടുത്ത അടി അത് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പറയാതിരിക്കാനേ പാടില്ല. കാരണം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയില്ല. ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ച് പരമാവധി പറയാതിരിക്കാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളും എന്തിന് നമ്മുടെ പല മാധ്യമങ്ങൾ തന്നെ ശ്രമിക്കും. എന്നാൽ മറ്റ് രാജ്യങ്ങളുടെ നേട്ടങ്ങൾ, ചൈനയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും ഒക്കെ ചെറിയ ചെറിയ നേട്ടങ്ങൾ പോലും പർവ്വതീകരിച്ച് പറയുന്ന അടുപ്പൂട്ടി ചർച്ചക്കാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പോലും ഇവരുടെ ഒന്നും വായിൽ നിന്ന് മൊഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യത്തിനെ നമ്മളെ അടിച്ചൊതുക്കിയത് ലോകത്തിന് മാതൃകയാണ്. അതേസമയത്ത് ഇന്ത്യൻ ആയുധങ്ങളുടെ കരുത്ത് ലോകം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളുമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇനി ഗൾഫ് രാജ്യങ്ങൾക്കും സുരക്ഷ ഒരുക്കാൻ പോകുന്ന പ്രധാന ശക്തികളിൽ ഒന്ന് ഇന്ത്യ ആയിരിക്കും. ഇത്രയും കാലം അത് അമേരിക്ക മാത്രമായിരുന്നു. അവിടേക്ക് ഒരു പുതിയ പ്ലെയറായിട്ട് ഇന്ത്യ കൂടി വരികയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.